ഒന്നും കൂടെ ഹായ് പറഞ്ഞേ. ഹായ്. എന്റെ അമ്മേ, ഇത്തിരി ഗാംഭീര്യം കൂടുതലാണ്, ദയവായിട്ട് ക്ഷമിക്കുക. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കല്യാണം കഴിച്ച എങ്ങനെയാണെന്നറിയോ? എന്റെ ഹസ്ബൻഡ് അന്ന് ബോയ് ഫ്രണ്ട് ആയപ്പം സൗണ്ട് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. പക്ഷെ അതൊരു ചതിയായി പോയത് പിന്നെ എനിക്ക് മനസ്സിലായി. സൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടുന്ന് വരുന്നു? ഞാൻ പള്ളിക്കൽ ആണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു ഇന്റർനെറ്റ് റേഡിയോയിൽ വർക്ക് ചെയ്യാണ്. ഇന്റർനെറ്റ് റേഡിയോയിലാണ്. ഓക്കെ, അതാണ് RJ എന്ന് പറഞ്ഞത്. പൊളിക്കല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മള് വോയിസുകൾ ആരുടെയൊക്കെയാണ് കേൾക്കാൻ പോകുന്നത്? ബൈജു ചേട്ടന്റെ ആദ്യകാലത്തുള്ള ഒരു സംഭാഷണ ശൈലി നോക്കാം. ഓക്കെ. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. സിംഗപ്പൂർ, അമേരിക്ക, ഫ്രാൻസ്, പാളയം, സ്റ്റാച്ചു, കനമുല, കിഴക്കോട്ട, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ഉടനെ ഇവിടെ എത്തി. സാറിന്റെ മോളെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങ് ഇഷ്ടമായി. സഫറോങ്കി സിന്ദഗി ജോ കബീനഹി കഥം ഹോ ജാത്തി ഹെ. ഒന്നിനും സമയം കിട്ടുന്നില്ല സാറേ, മൊത്തം ബിസിയാ. ഓപ്പണിംഗ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇനി ഷമ്മി തിലകൻ ചേട്ടൻ. ഷമ്മി ചേട്ടൻ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എന്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തു പോകും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത വോയിസ് ആരുടെ കേൾക്കാൻ പറ്റുന്നത്? അടുത്തതായിട്ട് ബാബു ആന്റണി, അദ്ദേഹത്തിന്റെ ഒരു വില്ലൻ സ്വഭാവമുള്ള ശബ്ദം. പണം, അതിനുവേണ്ടി നാം ഒരു കുതിരയെ പോലെ വാഴണം. മറ്റാരും എത്താത്ത അത്ര വേഗതയിൽ ജീവിതകാലം മുഴുവൻ ഒരു വളർത്തുനായി പോലെ നിങ്ങൾക്ക് വേണ്ടി സേവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ലല്ലോ. സോ യു ക്യാൻ ഗോ. അല്ല, ബാബുചേട്ടനായിട്ട് ഞാനിങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് റീസെന്റ് നമ്മൾ ഫോണിൽ സംസാരിക്കാറുണ്ട്, നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പക്ക ശബ്ദം അത്. സിനിമയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ ശബ്ദമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാണ്, കൃത്യമായിട്ട് ബാബു ആന്റണി ചേട്ടൻ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ റിയൽ വോയിസ് ഇതാണ്, ഒറിജിനൽ തന്നെയാണ്. അതെ, ഇത് നാടോടി എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്. ഇനിയുണ്ടോ വോയിസുകൾ നമുക്ക് കേൾക്കാൻ പറ്റോ? സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാൽ, അദ്ദേഹത്തിന്റെ പുലിമുരുകൻ എന്ന സിനിമയിലെ ആ ഒരു ക്യാരക്ടർ. മുരുകന്റെ സന്തോഷമാണ്, മുരുകന്റെ സന്തോഷം, മുരുകന്റെ സന്തോഷമാണ് ഈ ബലറാമന്റെ സന്തോഷം. ഈ പുലിയൊരു പുലി ഇറങ്ങിയ അത് മുരുകനുള്ളതാണ്. ഇത് പേടിക്കേണ്ട മക്കളെ വേട്ട തുടങ്ങി. സൂപ്പർ സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ സൗണ്ടുകളും ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കണമെന്നുണ്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ? അങ്ങനെയല്ല, അദ്ദേഹത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന ശബ്ദങ്ങളാണ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത വെച്ചിട്ടൊരു പരീക്ഷണമൊന്നും നടത്തിയിട്ടില്ല. എറിഞ്ഞാൽ കൊള്ളുമെന്ന് കൃത്യമായിട്ട് അറിവുള്ള ശബ്ദങ്ങൾ. ചേട്ടാ, എത്ര വർഷമായി നമ്മുടെ മിമിക്രിയിലായിട്ട്? 25. ആ എക്സ്പീരിയൻസ് അങ്ങയുടെ പെർഫോമൻസിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വോയിസിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ മോഡുലേറ്റ് ചെയ്ത് കൃത്യതയോടുകൂടി അവതരിപ്പിച്ച്. ഈ നരേന്ദ്രപ്രസാദ് സാറിന്റെ ശബ്ദം ചെയ്യൂലേ? ചെയ്യും. ഒന്ന് കേൾക്കട്ടെ. രാഷ്ട്രീയ കളികളിൽ നമ്പ്യാർ ചെറുതും വലുതുമായിട്ട് ഒരുപാട് വിഷപ്പാമ്പുകളുടെ പല്ലുകൾ പറിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷപ്പാമ്പുകൾ ഞാൻ കടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്പ്യാർ തളരാത്തത് നമ്പ്യാർക്ക് തോൽക്കാൻ മനസ്സിലാത്തതുകൊണ്ട്. ഇതന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കലാകാരന്മാർ, അത്യാവശ്യം ഈ പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അങ്ങനെ മിമിക്രിയിൽ മുന്നോട്ട് വരുന്നില്ല. അപ്പം ഇദ്ദേഹത്തെ ഇപ്പം നമുക്ക് കിട്ടി. ഇനി അങ്ങോട്ട് ഇദ്ദേഹം വേറൊരു ലെവലിലേക്ക് പോട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ്. സൗണ്ട് എന്ന് പറയുന്ന ഒരു ദൈവാധീനമാണ്. നല്ല സൗണ്ട് കിട്ടാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. സൗണ്ട് കൂടെ ചിലവർ ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പൊ പറഞ്ഞല്ലോ, സൗണ്ട് കൂടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അതൊരു പ്രധാന ഘടകമാണ് ഒരാൾക്കൊരു നല്ല സൗണ്ട് കൊടുക്കാന്ന് പറയുന്നത്. അപ്പം ഇനി ഒരുപാട് അവസരങ്ങൾ ചേട്ടനെ തേടി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂപ്പർ, താങ്ക് യു സോ മച്ച്. സാബു ചേട്ടാ, ഒരു ചെറിയൊരു പണി. താര തിരുമറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നമുക്കുണ്ട്. അറിയാം. അപ്പൊ അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്നിട്ട് ആരുടെ വോയിസിൽ എടുക്കണം എന്ന് ഞാൻ പറയാവേ. നമുക്ക് ആദ്യം ഡയലോഗ് കേൾക്കാം. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ അടിപൊളി 5 ഡയലോഗ്. ഏതാ സിനിമ? നരസിംഹം. യെസ്, കറക്റ്റ് ഉത്തരമാണ്. പക്ഷെ എനിക്ക് കേൾക്കേണ്ടത് ഇത് മമ്മൂക്ക പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അറിയാനാണ്. രാജമാണിക്യം ശൈലിയിൽ. രാജമാണിക്യം സ്റ്റൈൽ, അത് പൊളിക്കും. ഓക്കെ, കേട്ടോക്കാം. പവിത്ര, നിന്റെ അടുത്തൊരു കാര്യം പറയണേ. അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ യഥാവധി നടത്തുന്ന നിനക്ക് കൊള്ളാം. പിന്നെ സർവോപരി നാറിയും തെണ്ടിയുമായ
നിന്റെ തന്തയുടെ എല്ലും കഷ്ണവും മാംസവും ഒക്കെ ഈ മണത്തിട്ട വീണ ഉണ്ടല്ലേ, അത് കളങ്കപ്പെട്ടു. അതുകൊണ്ട് നീ പോടേ 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 പോടേ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, ഗംഭീരമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ മാസ്റ്റേഴ്സ്, നമുക്ക് ഇതിനൊരു റേറ്റിംഗ് കൊടുക്കണ്ടേ? എത്ര സ്റ്റാർസ്, അതായത് പള്ളിക്കലെ സ്റ്റാറിന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് വേദിയിൽ നിന്നും എത്ര സ്റ്റാർസ് ആണ് ലഭിക്കാൻ പോകുന്നത്? 4 stars. അടിപൊളി. അപ്പം 4 നക്ഷത്രങ്ങളാണ് ഇനി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നാദിക തന്നെ അത് കയ്യോടെ കൊടുക്കണം. ചേട്ടാ, സന്തോഷായില്ലേ? പള്ളിക്കല്ലെ സ്റ്റാറിന് കോമഡി മാസ്റ്റേഴ്സിന്റെ ട്രോഫി ലഭിക്കാണ്. ഇത് വെറും ട്രോഫി അല്ല, കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം.